ഇടുക്കി ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 19 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബിനീഷ് ആന്റണി വിവരങ്ങൾ നൽകുന്നു. എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ബിനീഷ് ആന്റണി. ബനേഷ് 4:45 അത്തരത്തിലൊരു ടൂറിസ്റ്റ് മിനി ബസ് നിയന്ത്രണം വിട്ട് ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. ചെന്നൈയിൽ നിന്നുള്ള സ്വദേശികളാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. തേക്കടി സന്ദർശനത്തിന് ശേഷം ഇവർ മൂന്നാറിലേക്ക് വരും വഴിയാണ് ഉടുമ്പൻചോല ഈ വട്ടക്കണ്ണിപ്പാറയിൽ വളവിൽ ബസ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് മറിഞ്ഞത്. വാഹനത്തിൽ ഡ്രൈവർ അടക്കം 20 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മീര 70-കാരിയായ ആളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും. ബാക്കി 4 പേർക്കും ഒടിവും ചതവുമുള്ള പരിക്കുകളാണ് ഏറ്റിട്ടുള്ളത്. ഇവരെ രാജക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി കഴിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്ക് കൂടുതലായി വേണ്ടി വന്നാൽ അടിമാലിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഏതായാലും കുട്ടികളടക്കം 4 പേരാണ്. ഈ 4 പേരും ഈ ചെറിയ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. മുൻപ് പോയ വർഷം ഇത്തരത്തിൽ ഈ വളവിൽ അപകടത്തിൽ ബസ് മറിഞ്ഞ് 2 പേർ മരിക്കാനിടയായ സംഭവമുണ്ട്. കാരണം ഈ വട്ടക്കണ്ണിപ്പാറ വളരെ അപകടം നിറഞ്ഞ മേഖലയാണ്. ഈ പരിചയമില്ലാത്തവർ ഇതുവഴി വരുമ്പോൾ വലിയ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയേറെയാണ്. ഇതിപ്പോൾ നിരവധി അപകടങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ബസ് നിയന്ത്രണപ്പെട്ട് മറിഞ്ഞ് ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ദിനേശ്, ഇടുക്കി ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് ബിനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നത്.